ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാഹുൽ ടോക്ക് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ലോണ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. എന്നാൽ പല ആപ്പുകളും നിങ്ങൾക്ക് റിജക്ഷൻ കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ടാകും. കാരണം സിബിൽ സ്കോറിൻ്റെ പ്രശ്നമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് ഡോക്യുമെൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് റിജക്ഷൻ കാര്യങ്ങളൊക്കെ നേരിടുന്ന പല ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളിതൊരു 3 ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താണ്. ഏകദേശം ഒരു 60-70%, ഒരു 80% ഒക്കെ നിങ്ങൾക്ക് അപ്രൂവൽ ചാൻസസ് കൂടുതലുള്ള ഒരു ആധാർ കാർഡും പാൻ കാർഡൊക്കെ ഡോക്യുമെൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു 3 ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലെൻഡേഴ്സ് ഒക്കെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലെൻഡേഴ്സ് ആണ്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പോരായ്മകൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. എന്നാൽ പോലും നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടിയാണ്. മറ്റ് ഡോക്യുമെന്റ്സ് ഒന്നും അധികം ചോദിക്കുന്നില്ല. കോമൺ ആയിട്ടുള്ള നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുന്നതാണ്. മറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അതല്ലെങ്കിൽ സാലറി സ്ലിപ്പോ അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. പക്ഷെ ഒരു എമർജൻസി പർപ്പസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം എന്താ പറയുക, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് ഏതാണ് ആപ്ലിക്കേഷൻ, ഈ 3 ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്ത് പോവാം. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടതിന് ശേഷം മാത്രമൊക്കെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പേര് പറയുമ്പോഴത്തേക്കും ചാടി കയറിപ്പോയി അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ആപ്ലിക്കേഷൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ എത്ര തിരിച്ചടക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ആപ്ലിക്കേഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സ് പേ പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻ ആണ്. ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് മികച്ചതായി തോന്നിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഫ്ലെക്സ് പേ. ഏകദേശം 4.3 സ്റ്റാർ റേറ്റിംഗും 1 മില്യൺ+ ഡൗൺലോഡ്സ് ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ലെൻഡറാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ടു 3 ലക്ഷം വരെയാണ് ഇവർ ഈ ആപ്ലിക്കേഷൻ ത്രൂ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർ വിവിഫൈ ഇന്ത്യ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന RBI അപ്രൂവ്ഡ് ലെൻഡറാണ് ഈ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. പിന്നെ അവരുടെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത്ര രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ ഇൻട്രസ്റ്റ് വരും, മറ്റ് ചാർജസ് എന്തൊക്കെയാണെന്നൊക്കെ ഒരു ആപ്ലിക്കേഷൻ, അവരുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസിൽ എബൌട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഇവർ പറയുന്നത് ഐഡൻറ്റിറ്റി പ്രൂഫ്, അതായത് ആധാർ കാർഡാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ മറ്റ് ഐഡൻറ്റിറ്റി പ്രൂഫ്, വോട്ടർ ID എന്ത് വേണമെങ്കിലും കൊടുക്കാം. കൂടാതെ പാൻ കാർഡ് ചോദിക്കുന്നുണ്ട്. പിന്നെ അഡ്രസ് പ്രൂഫ് പറഞ്ഞിട്ട് പിന്നെയും ആധാർ കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടാതെ ഒരു നെറ്റ് ബാങ്കിങ് നമ്മൾ മാൻഡേറ്റ് ആയിരിക്കും ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ഒരു സെൽഫി ഫോട്ടോ, നമ്മുടെ ഒരു ഫോട്ടോയും, ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് അവർ ചോദിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 21 വയസ്സ് വേണം, 8,000 രൂപ മിനിമം സാലറി ഉണ്ടായിരിക്കണം. ഫ്രണ്ട്സ്, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പേമി പേഴ്സണൽ ലോൺ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഏകദേശം 3.5 സ്റ്റാർ റേറ്റിംഗും 5 മില്യൺ+ ഡൗൺലോഡ്സും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്ലേ സ്റ്റോറിൽ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ അപ് ടു 10 lakh വരെയാണ് പേഴ്സണൽ ലോണായിട്ട് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പം ഏകദേശം 324 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽസ്, ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഒരു എക്സാമ്പിൾ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 രീതിയിലുള്ള ലോൺ ഓഫർ ചെയ്യുന്നുണ്ട്. ഷോർട്ട് ടേം ലോണ്, EMI ലോണ്, എംപവർമെൻറ്റ് ലോണ്. ഷോർട്ട് ടേം ലോൺ എന്ന് പറയുമ്പോൾ ഒരു അപ് ടു 50,000 വരെ നമുക്ക് ലോൺ ലഭിക്കും. ഒരു 1 ടൈം റീപേയ്മെൻറ്റ്, അതായത് 90 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയിൽ ഒറ്റത്തവണ തീർപ്പാക്കുന്നതാണ്. അതുപോലെ EMI ലോൺ എന്ന് പറയുമ്പോൾ അപ് ടു 10 lakh വരെ കിട്ടും. 324 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ആ ഒരു ലോൺ വരുന്നത്. പിന്നെ ഷോർട്ട് ടൈം ലോൺ, അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇവരുടെ ലെൻഡിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ മികച്ച ലെൻഡേഴ്സാണ്. ഏകദേശം 5-6 ലെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോണിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, ഇത്ര രൂപ 30,000 രൂപ എടുത്തു കഴിഞ്ഞാൽ 90 ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ ഇൻട്രസ്റ്റ് വരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വരുന്നത് ആധാർ കാർഡും പാൻ കാർഡും, പിന്നെ നിങ്ങൾ മാൻഡേറ്റും ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റ് പൈസ പേഴ്സണൽ ലോൺ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റും അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഏകദേശം 3.7 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. 500K+ ഡൗൺലോഡ്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുള്ളത്. അപ് ടു 45,000 രൂപ വരെ, 1000 മുതൽ 45,000 രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്.
പിന്നെ ഇവരുടെ ലോൺ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1000 രൂപ മുതൽ 45,000 രൂപ വരെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 18% ടു 36% പെർ ആനമാണ്. അതുപോലെ ടെന്യൂർ എന്ന് പറയുമ്പോൾ 3 ടു 12 മാസത്തെ തിരിച്ചടവ് കാലാവധിയാണ് വരുന്നത്. അതുപോലെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുമ്പോൾ 2% ടു 10% ഓഫ് ദ ലോൺ എമൗണ്ട്. നമ്മൾ എടുക്കുന്ന ലോൺ എമൗണ്ടിന്റെ 2% മുതൽ 10% വരെ പ്രോസസ്സിംഗ് ഫീ കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ NBFC പാർട്ണർ എന്ന് പറയുന്നത് തൻവീർ ബ്രോസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു അബൌട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോൺ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായി തോന്നിയെങ്കിലും മോശമല്ലാത്ത രീതിയിൽ എമർജൻസി ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷൻ ഒരു പ്ലേ സ്റ്റോറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്.